കഴിഞ്ഞ രാത്രിയത്തെ മഴയ്ക്ക് എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലമെല്ലാം കൂടി ഇടിഞ്ഞ് പോയായിരുന്നു. അതെല്ലാം കൂടി ഇടിഞ്ഞു പോയി. ഒന്നായിട്ട് ഞാൻ പൈസ കൊടുത്ത് കെട്ടിച്ച കെട്ടൊക്കെയായിരുന്നു. ഏതായാലും വീടിപ്പോൾ അപകട ഭീഷണിയിലാണ്. അപ്പോൾ അതിനൊരു തക്കതായ പരിഹാരം നിങ്ങൾ കാണിച്ചു തരണം. എല്ലാവരും ഇവിടെ വന്നൊന്ന് കണ്ടിട്ടാണെങ്കിൽ തന്നെ നേരിട്ടറിയാം. ഞാനും എൻ്റെ മക്കളും ഒരു അപകട ഭീഷണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പഞ്ചായത്തും ഗവൺമെന്റ് MLA എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ എൻ്റെ തറവാട് വീടിന്റെ മതിലാണ് ഇടിഞ്ഞു പോയത്. വീടിന് ഭീഷണിയായിട്ട് 2 വർഷം ഉൾപ്പെട്ട് ഞങ്ങൾ തന്നെ പൈസ മുടക്കി ഞങ്ങൾ തന്നെ കെട്ടിച്ചതായിരുന്നു. പഞ്ചായത്തിനോടും കാര്യങ്ങളോടും ഒക്കെ പറഞ്ഞിട്ട് ആരും ഒന്നും നോക്കായിട്ട് ഞങ്ങൾ തന്നെ കെട്ടിച്ചായിരുന്നു. ഇപ്പൊ ഇതാക്കുന്ന വീടിന് ഭീഷണിയായി കെട്ടെല്ലാം ഇന്നലത്തെ മഴത്ത് രാത്രിയത്തെ മഴത്തും വെള്ളത്തും കെട്ടെല്ലാം പോയി. അതുകൊണ്ട് അതിനുള്ള തക്കതായ ഒരു പരിഹാരം പഞ്ചായത്തും ഗവൺമെന്റും MLA എല്ലാവരും മെനക്കെട്ട് കഴിഞ്ഞ് ഈ വീടിന്റെ ഭീഷണി കേട്ട് അവർക്കൊരു നല്ല രീതിയിൽ ഇവിടെ കിടന്നുറങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളൊരു സങ്കടപ്പാടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ ഇവിടെ വന്നിട്ട് എല്ലാം നിങ്ങൾക്ക് കാണാം. വീടിന് ചുറ്റും വിള്ളൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളൊരു പരിഹാരം നിങ്ങളെല്ലാവരും കൂടി കണ്ടിട്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പല തവണയായി ജനപ്രതിനിധികൾക്കും പഞ്ചായത്ത് ഭരണാധികാരികൾക്കും ഒക്കെ തന്നെ നിവേദനം സമർപ്പിക്കുകയും ഇവിടുത്തെ പ്രയാസങ്ങൾ നേരിട്ട് അവരെ ഇവിടെ വരുത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ദുരനുഭവത്തിന്റെ ദൃക്സാക്ഷിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ താലിമാലയും പിഞ്ചു മക്കളുടെ മോതിരങ്ങളും എടുത്ത് വിറ്റ് നാട്ടുകാരിൽ നിന്നും കടം വാങ്ങി സ്വരൂപിച്ച പണം കൊണ്ട് ഏകദേശം 5 ലക്ഷം രൂപയുടെ മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് ഈ വീടിന് വേണ്ടി ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. എന്നാൽ ഒരു നിമിഷ നേരം കൊണ്ടത് പൂനൂർ പുഴ കവർന്നെടുത്തിരിക്കുകയാണ്. ഇനിയും ഈ അനാസ്ഥ തുടരുകയാണെങ്കിൽ ജനപ്രതിനിധികളായാലും പഞ്ചായത്ത് ഭരണസമിതി ആയാലും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ച് അന്തി ഉറങ്ങുന്ന ഈ കൂര പോലും ഒരു പക്ഷേ പൂനൂർ പുഴ കവർന്നെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് അടിയന്തരമായി ഒരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ പ്രധാനപ്പെട്ട MP-യോടും ഞങ്ങളുടെ ബഹുമാന്യനായ MLA-യോടും പഞ്ചായത്ത് ഭരണസമിതിയോടും അയൽവാസി എന്ന നിലയ്ക്ക് ഈ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്.